പ്രിയപ്പെട്ടവരെ, ഉറക്കം മരണത്തിന് തുല്യമാണ്. തലച്ചോറിൻ്റെ പ്രവർത്തനം, രക്തയോട്ടം, ശ്വാസോച്ഛ്വാസം ഒഴികെ എല്ലാം നിശ്ചലമാകുന്ന ഒരവസ്ഥയാണ് ഉറക്കം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാൽ നമ്മൾ പറയുന്നത് അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാന ബഅദമ അമാതന വ ഇലൈഹിൽ ബഅസ് വൻ നുശൂർ. മരിപ്പിച്ചതിന് ശേഷം ജീവിപ്പിച്ച അള്ളാഹുവിൻ്റെ സ്തുതികൾ നമ്മൾ പറയുന്നത്. ഉറക്കവുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. നല്ല സുഖകരമായ ഉറക്കം ലഭിക്കാനും സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാൻ ഉദ്ദേശിച്ചാൽ വുളൂ ചെയ്യുമായിരുന്നു. വുളൂ ചെയ്ത് അതിന് ശേഷം ഭാര്യയുമായി നമ്മൾ ഒരുമിച്ച് കിടക്കുമ്പോൾ വുളൂ പോയാൽ അതിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ഉറങ്ങുമ്പോൾ വുളൂ ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഉറങ്ങാൻ വേണ്ടി റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഇരുട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ വിളക്ക് കത്തിച്ചതിൻ്റെ ശേഷമല്ലാതെ പ്രവേശിക്കാറില്ല. ഒരു ഇരുട്ടുള്ള റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഉറങ്ങാൻ വേണ്ടി പ്രവേശിക്കുമ്പോൾ വെളിച്ചം കത്തിച്ചതിന് ശേഷമാണ് ആ റൂമിലേക്ക് പ്രവേശിക്കാറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ 2 കണ്ണിലും സുറുമ ഇടാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലത് ഭാഗത്തേക്ക് തിരിഞ്ഞ് ആണ് കിടക്കാറുണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിബ്ലക്ക് തിരിഞ്ഞാണ് കിടന്നുറങ്ങാറുണ്ടായിരുന്നത്. അതുപോലെ മലർന്ന് കിടന്ന് ഒരു കാൽ മറ്റേ കാലിൻ്റെ മേൽ കയറ്റി വെച്ച് കിടന്നുറങ്ങുന്ന ഒരു പതിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂർക്കം വലി കേട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങി എന്ന് നമ്മൾ മനസ്സിലാക്കാറുണ്ടായിരുന്നത് എന്ന് സ്വഹാബികൾ പറഞ്ഞതായി ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങുമ്പോൾ വലത് കൈ വലത് കവിളിന്മേൽ വെച്ചാണ് ഉറങ്ങാറുണ്ടായിരുന്നത്. കമിഴ്ന്ന് കിടന്നയാളെ കാലുകൊണ്ട് തട്ടി ഉണർത്തി ഇത് നരകത്തിന്റെ ആളുകളുടെ ഉറക്കമാണ് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹദീസിൽ വന്നിട്ടുണ്ട്. ഉറങ്ങാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലി വാതിലടക്കുകയും പാത്രങ്ങൾ മൂടിവെക്കുകയും വിളക്ക് അണക്കുകയും ചെയ്യുമായിരുന്നു എന്നും ഹദീസിലുണ്ട്. ബിസ്മി ചൊല്ലി നമ്മൾ നമ്മുടെ വീടിൻ്റെ ഡോർ അടക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് പിശാച് പ്രവേശിക്കുകയില്ല, പിശാചിന് പ്രവേശിക്കാൻ കഴിയുകയുമില്ല എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ സൂറത്തുൽ ഇഖ്ലാസ്, ഫലഖ്, നാസ്, ആയത്തുൽ കുർസി കയ്യിൽ ഊതി ശരീരത്തിൻ്റെ തടവാൻ പറ്റുന്ന ഭാഗങ്ങളൊക്കെ തടവാറുണ്ടായിരുന്നു. ഉറങ്ങുന്നതിന് മുമ്പ് വിരിപ്പുകളൊക്കെ തട്ടി തുടഞ്ഞ് ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാറുണ്ടായിരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കവുമായി ബന്ധപ്പെട്ട ആദാബുകൾ.